ടൈഗർ റിസർവിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് തേക്കടിയിലെ ബോട്ടിംഗ്. ഇപ്പം നമ്മളുള്ളത് തേക്കടിയിലാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടുത്തെ ബോട്ടിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ചാണ്. ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ ഈ ബോട്ട് ലാൻഡിങ്ങിലെത്തി. നേരത്തെ വരാനുള്ള കാരണം ഈ റിസർവറിന്റെ സൈഡിലായിട്ട് തന്നെ നമുക്ക് അനിമൽസിനെ സ്പോട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഞങ്ങളിവിടെ എത്തിയപ്പം റിസർവറിന്റെ സൈഡിലായിട്ട് ഒരു കൂട്ടം കാട്ടുപോത്തുകൾ പുല്ലും മേഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പം ഉച്ചയ്ക്ക് 1:45 ബോട്ടിങ്ങിനുള്ള ആളുകളാണ് ഈ പോകുന്നത്. ഞങ്ങൾ എടുത്തിട്ടുള്ളത് ഈവനിങ് ബോട്ടിംഗ് ആണ്, അതായത് നെക്സ്റ്റ് ട്രിപ്പ്. ഇവിടെ ദേ ഈ മരത്തേല് ഒരു മലയണ്ണൻ കുറേ നേരമായി ചാടി കളിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന കാട്ടുപോത്തുകൾ എന്തോ കണ്ട് പേടിച്ചാന്ന് തോന്നുന്നു. അവര് പെട്ടെന്ന് തന്നെ കാട്ടിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പം കുറച്ചപ്പുറത്ത് നിന്ന് ഒരു കൂട്ടം മ്ലാവുകളും പുറത്തേക്ക് ഇറങ്ങി വന്നു. സമ്മറായ പെരിയാറിലെ ബോട്ട് ലാൻഡിങ്ങിൽ വെള്ളം കുറയും. അപ്പം പെരിയാറിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സൈറ്റിംഗ് കിട്ടാനുള്ള ചാൻസ് ഈ ബോട്ടിങ്ങിലാണ്. അതും ലാസ്റ്റ് ബോട്ടിംഗ് 3:30 ബോട്ടിംഗ്. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറി. ബോട്ടിങ്ങും സ്റ്റാർട്ടായി. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ റിസർവോയറിൽ വെള്ളം കുറവാണെന്ന്. വെള്ളം നല്ല പോലെ കുറഞ്ഞതുകൊണ്ട് വളരെ കെയർഫുള്ളായും സൈഡൊക്കെ നോക്കി ഒരു സിഗ്സാഗ് പാറ്റേണിലാണ് ബോട്ട് പോകുന്നത്. ഇവിടുത്തെ ഈ ബോട്ടിങ്ങിന് എനിക്ക് 2 പ്രത്യേകതകളാണ് തോന്നിയിട്ടുള്ളത്. ഒന്ന്, ഈ ബോട്ടിങ്ങിൽ നമുക്ക് കിട്ടുന്ന വ്യൂ എന്ത് ഭംഗിയുള്ള സ്ഥലങ്ങളാണെന്ന് നോക്കിയേ. രണ്ടാമത്, ഇതിലൂടെ കിട്ടുന്ന സൈറ്റിംഗ്. എല്ലാ പ്രാവശ്യമൊന്നും അനിമൽ സൈറ്റിംഗ് കിട്ടണമെന്ന് നിർബന്ധമില്ല, എന്നാലും മിക്കപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ സൈറ്റിംഗ് കിട്ടാറുണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കിട്ടാൻ ചാൻസ് ഉള്ള സൈറ്റിംഗ് ആണ് സാമ്പാ ഡിയർ. ഇത്രയും വലിയ ഫോറസ്റ്റിന്റെ ബാക്ക്ഡ്രോപ്പില് ഇവരിൽ നിന്ന് പുല്ല് മേയുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ ഒരു ഫ്രെയിമിന്റെ ഭംഗി ഒന്നുകൂടി കൂട്ടുന്നത് ഈ മുന്നിൽ കാണുന്ന മരക്കുറ്റികളാണ്. വെയിലൊക്കെ ഒന്ന് താന്നോടുകൂടി ഇഷ്ടം പോലെ സാമ്പാർ ഡിയേഴ്സ് നമ്മുടെ റിസർവറിന്റെ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. അവരിങ്ങനെ ഈ പുല്ല് മേഞ്ഞ് നടക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. ഈ ഒരു ലൈറ്റിൽ ഇവരെ കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ്. അത്യാവശ്യം ദൂരത്താണ്, നിങ്ങക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിവിടെയുള്ള ഒരു സ്റ്റേ ഓപ്ഷൻ ആട്ടോ, ലേക്ക് പാലസ്. KTDCന്റെ ഒരു സ്റ്റേ ഓപ്ഷൻ ആണിത്. നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ സ്റ്റേ ചെയ്യാട്ടോ. നോക്കിയേ, ഈ ബാക്ക്ഗ്രൗണ്ടിൽ അവരെ കാണാൻ എന്ത് രസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ സ്റ്റേ ഇതാട്ടോ, KTDC ലേക്ക് പാലസ്. നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെബ്സൈറ്റിൽ പോയിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു സ്റ്റേ ആട്ടോ ഇത്. ഇവിടെ KTDCന്റെ ലേക്ക് പാലസ് മാത്രമല്ല കേട്ടോ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റേ ആയ എടപ്പാളയം വാച്ച് ടവറും പിന്നെ പുതിയൊരു സ്റ്റേ ഉണ്ട് എടപ്പാളയം നൈറ്റ്സ്. ഈ 2 സ്റ്റേ കൂടി ഇവിടെ ഉണ്ട്. അങ്ങോട്ട് പോകാനായിട്ട് നിങ്ങൾ ഇവിടെ തന്നെയാണ് ഇറങ്ങേണ്ടത്. ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കാണാൻ സാധിക്കുമോ? നമ്മുടെ നാട്ടിലൊക്കെ പശുവും പോത്തൊക്കെ നിന്ന് പുല്ല് മേയുന്ന പോലെയാണ് ഇവിടെ ഇന്ത്യൻ ഗോറും സാമ്പാ ഡിയറും ഒക്കെ നിന്ന് പുല്ല് മേയുന്നത്. ഇതിപ്പം സമ്മർ ആയതുകൊണ്ട് വെള്ളം നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം മഴക്കാലമൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ ആകെ വെള്ളം നിറയും. പിന്നെ നമുക്ക് ഇങ്ങനത്തെ സൈറ്റിംഗ് ഒന്നും കിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇതുപോലെ അനിമൽസിനൊക്കെ കണ്ട് ബോട്ടിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ
ഇനിയിപ്പം അധികം ദിവസമൊന്നും ഇല്ല. മഴക്കാലമായി കഴിഞ്ഞാൽ ഇവിടെ ആകെ വെള്ളം നിറയും. പിന്നെ നമുക്ക് ഇതുപോലെയുള്ള സൈറ്റിംഗ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ മുന്നോട്ട് പോയപ്പം ഒരു ആനക്കൂട്ടത്തെ കണ്ടു. ആ ഹേർഡ് അത്യാവശ്യം ദൂരത്താട്ടോ നിൽക്കുന്നത്. 2 മുതിർന്ന ആനയും 2 കുട്ടിയാനകളും ആ കൂട്ടത്തിലുണ്ട്. അവര് അത്രയും ദൂരത്ത് നിൽക്കുന്നോണ്ട് നമുക്കങ്ങനെ അധികം വിഷ്വൽസ് ഒന്നും കിട്ടിയില്ല. അവിടെ ഉണ്ടായിരുന്ന ആനകളെ മര്യാദയ്ക്ക് കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ നിൽക്കുമ്പോഴാണ് ഇവിടെ ഈ കൊമ്പനെ കാണുന്നത്. ഈ ഒരു ഫ്രെയിമില് ആ കൊമ്പനവിടെ നിൽക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ആക്ച്വലി ഈ തേക്കടിന്റെ പ്രത്യേകത ഇത് തന്നെയാണ്. ഈ ഒരു ഫ്രെയിമില് ഇവരിങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. ഈ കൊമ്പന്മാര് പൊതുവെ ഒറ്റയ്ക്ക് നടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. നമ്മൾ പൊതുവെ ഇവരെ ഒറ്റയ്ക്കാണ് കാണാറും. എന്നാൽ ചില സമയങ്ങളിലൊക്കെ ഈ കൊമ്പന്മാര് ഒരു ഹേർഡ് ഫോം ചെയ്ത് നടക്കാറുണ്ട്. അത് പക്ഷെ അടുത്ത മതപ്പാട് കാലം വരെയോ അടുത്ത മേറ്റിംഗ് സീസൺ വരെയൊക്കെ അങ്ങനെ ഉണ്ടാവാറുള്ളൂ. പിന്നീട് അവർ ചിലപ്പം തല്ലിപ്പിരിഞ്ഞു പോകും. ഈ സൈഡിലൊരു കൊമ്പൻ, ഈ സൈഡിലൊരു കൊമ്പൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു നമുക്ക് 3:30 സഫാരി എടുത്തു കഴിഞ്ഞാൽ അനിമൽസിനെ സ്പോട്ട് ചെയ്യാനുള്ള നല്ല ചാൻസ് ഉണ്ടെന്ന്. നമുക്കിപ്പോൾ 2 കൊമ്പനെ പിന്നെ അവിടെ നമുക്കൊരു എലിഫന്റ് ഹേർഡിനെയും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഒപ്പം ഇവിടെ കുറെ സാമ്പാഡിയേഴ്സ് നിൽക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് 2 സൈഡിലുമായിട്ട് ഓരോ കൊമ്പന്മാരും വീതം നിൽക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മൊമെന്റ് ഒക്കെ വൈൽഡ് ലൈഫ് എന്തൂസിയാസിനെ സംബന്ധിച്ച് ഭയങ്കര എൻകറേജിങ് ആയിട്ടുള്ള മൊമെന്റ് ആണ്. ആകെ കൺഫ്യൂഷൻ ആവും, ഏതാനേനെ ഷൂട്ട് ചെയ്യണം ഏതാനേനെ നോക്കണം എന്നൊക്കെ വിചാരിച്ച്. നമ്മുടെ ഈ തേക്കടിയിൽ രാവിലെ 7:30 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ബോട്ടിംഗ്. ഇതിൻ്റെ ഇടയിൽ 5 സ്ലോട്ടാണ് ഉള്ളത്. രാവിലെ 7:30-ക്കും 9:30-ക്കും 11:15-നും, പിന്നീട് ഉച്ചയ്ക്ക് 1:45-ന്, വൈകുന്നേരം 3:30-ക്കത്തെ സ്ലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് ഏകദേശം 1.5 മണിക്കൂറാണ്. This is the beauty of Periyar. ഇവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ ഇങ്ങനെ കാണാൻ എന്ത് ഭംഗിയല്ലേ. ഇവിടെ വരുന്ന പല ആൾക്കാരുടെയും സംശയമാണ് ഇത് ടൈഗർ റിസർവ് ആണല്ലോ, പിന്നെന്താ ടൈഗറിനെ കാണാത്തതെന്ന്. ഈ പെരിയാർ ടൈഗർ റിസർവ് എന്ന് പറയുന്നത് കിലോമീറ്ററോളം പരന്നെടുക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ടൈഗർ ഉണ്ടെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഇഷ്ടംപോലെ ടൈഗേഴ്സ് ഉണ്ട്. അതിനനുസരിച്ച് അവർക്കുള്ള സ്ഥലമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഹ്യൂമൻസിന്റെ പ്രസൻസ് ഉള്ള സ്ഥലത്തേക്ക് അവരധികവും വരാതിരിക്കുകയാണ് ചെയ്യാറ്. എന്നാലും ഇവിടെ ടൈഗറിന്റെ സൈറ്റിംഗ് ഒക്കെ കിട്ടാറുണ്ട് കേട്ടോ. നമ്മളോട് ഗൈഡ് പറഞ്ഞത് 2 ദിവസം മുൻപൊക്കെ 2 പ്രാവശ്യമായിട്ട് ഇവിടെ ടൈഗറിന്റെ സൈറ്റിംഗ് കിട്ടിയിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം ലെപ്പേർഡിന്റെ സൈറ്റിംഗും കിട്ടിയിരുന്നു എന്നാണ്. നമ്മുടെ ബോട്ട് സഫാരി ഇനി അധികം മുന്നോട്ട് പോകാനില്ല. നമ്മൾ തിരിച്ചു പോകാറായി. അങ്ങനെ തിരിക്കാറായപ്പോഴാണ് സൈഡിൽ 2 കാട്ടുപോത്തുകളെ കാണുന്നത്. 2ഉം മെയിൽ അഡൽട്ട് ഗോറാണ്. ഒരെണ്ണം കുറച്ച് അപ്പുറത്തായിട്ടാണ് നിൽക്കുന്നത്. പ്രായപൂർത്തിയായ ആൺ കാട്ടുപോത്തുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊമ്പന്മാരെ പോലെ ഒറ്റയ്ക്ക് നടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. പിന്നെ ചിലപ്പോഴൊക്കെ ഇവരെ ഗ്രൂപ്പായിട്ടും കാണാറുണ്ട്.
നമ്മുടെ ബോട്ട് ഇപ്പം തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ രണ്ടാമതൊരു കൊമ്പനെ കണ്ടില്ലായിരുന്നു കുറച്ച് ദൂരത്തായിട്ട്? ആ ഒരു കൊമ്പൻ തന്നെയാണിത്. ആളിപ്പം മെല്ലെ നടന്ന് കാട്ടിന്റെ ഉള്ളിലേക്ക് കയറിപ്പോനുള്ള പരിപാടിയിലാണ്. ഈ ഒരു കൊമ്പനെ നമ്മൾ നേരത്തെ കണ്ടപ്പം ഇത് അത്യാവശ്യം ദൂരത്തായിരുന്നു. ഇപ്പം അടുത്ത് വന്നപ്പോഴാണ് ഇതിനെ ശരിക്കും ഒന്ന് കണ്ടത്. ഇതും അത്യാവശ്യം വലിയൊരു കൊമ്പനാട്ടോ. ഈ ഒരു കൊമ്പൻ കുറച്ച് മുമ്പെങ്ങാണ്ടോ റിസർവോയറിൽ വന്ന് വെള്ളം കുടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിന്റെ ദേഹത്ത് വെള്ളം നനഞ്ഞതിന്റെ പാട് കാണാനുണ്ട്. ഈ ഒരു ബിഹേവിയർ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സമ്മറിൽ തന്നെ കാണാൻ സാധിക്കുള്ളൂ. ചിലപ്പോഴൊക്കെ ഇവരിങ്ങനെ വെള്ളത്തിലിറങ്ങി കിടക്കുന്നത് കാണാം. ഞങ്ങളൊരു പ്രാവശ്യം ആനകൾ ഈ റിസർവോയർ നീന്തി പോകുന്നത് കണ്ടിട്ടുണ്ട്. ആനകളുടെ മദപ്പാട് കാലം എന്ന് പറയുന്നത് അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പീരീഡാണ്. അവരുടെ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ 60% കൂടുമെന്നാണ് പറയുന്നത്. ആ ഒരു പീരീഡിൽ ഇവർ വളരെ അഗ്രസീവായിരിക്കും. കൂടെയുള്ള കൊമ്പന്മാരെയൊക്കെ കുത്തി കൊല്ലാനൊക്കെ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഒരു കൊമ്പൻ മറ്റൊരു കൊമ്പനെ കുത്തി കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു വീഡിയോ ഞങ്ങളുടെ ചാനലിലുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ കൊമ്പനാനകള് എന്തെങ്കിലും ഭാരമുള്ള സാധനങ്ങൾ ചുമക്കാനോ അത് മാറ്റിയിടാനോ അല്ലെങ്കിൽ കുഴിക്കാനോ ഒക്കെ ആയിട്ട് കൊമ്പ് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ കുത്തൊക്കെ കൂടുമ്പം അതിന്റെ ശക്തി കാണിക്കാനും അവർ കൊമ്പ് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ മനുഷ്യന്മാരൊക്കെ രണ്ട് കൈയില് ഏതെങ്കിലും ഒരു കൈയല്ലേ അധികവും ഉപയോഗിക്കാറ്. അതേപോലെ തന്നെ ഇവരും ഇവരുടെ ഏതെങ്കിലും ഒരു കൊമ്പായിരിക്കും അധികവും ഉപയോഗിക്കാറ്. എന്തുകൊണ്ടാണ് നമുക്ക് ഈവനിങ് ബോട്ടിങ്ങിൽ ഇത്ര സൈറ്റിംഗ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഒരു സമയത്താണ് അനിമൽസ് ഒക്കെ അധികവും പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇപ്പം നല്ല ചൂടും നല്ല വെയിലും ഒക്കെ ഉള്ള സമയമല്ലേ. വെയിലൊക്കെ ഒന്ന് അറിയതിനു ശേഷമാണ് അവര് റിസർവോയറിലേക്ക് വെള്ളം കുടിക്കാൻ വരിക. ആ ഒരു ടൈമിലാണ് നമുക്കിവിടെ ഇപ്പം സൈറ്റിംഗ് കൂടുതൽ കിട്ടുന്നത്. ഈ ഒരു ആനയും വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇപ്പം കാട്ടിൻ്റെ ഉള്ളിലേക്ക് തിരിച്ചു കയറി പോവാണ്. അങ്ങനെ അവൻ മെല്ലെ നടന്ന് കാട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി പോവാണ്. തേക്കടി എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതാണ്. ആ ഒരു ബാക്ക് ഡ്രോപ്പിൽ ആ കൊമ്പൻ നടന്നു എന്ന് നോക്കി, എന്ത് രസമല്ലേ. അങ്ങനെ നമ്മൾ ആനയോട് ടാറ്റയൊക്കെ പറഞ്ഞ് മെല്ലെ മുന്നോട്ട് നീങ്ങുകയാണ്. നമ്മുടെ ഈ സഫാരിൻ്റെ ടൈമും ഏകദേശം തീരാറായിട്ടോ. എനിക്ക് പിന്നെ ഈ പെരിയാർ ടൈഗർ റിസർവിൻ്റെ ബോട്ടിങ്ങിനെ പറ്റി തോന്നിയിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കിവിടെയുള്ള വേറെ എന്ത് ആക്ടിവിറ്റീസ് ചെയ്യണമെങ്കിലും അതിന് ഏജ് ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പം നമ്മൾ അധികം ഫാമിലിയൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. നമുക്ക് ട്രക്കിങ്ങിനൊന്നും അങ്ങനെ കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റില്ല. അതേപോലെ പ്രായമുള്ളവരെ കൊണ്ടുപോകാനും ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് ഈ ഒരു ബോട്ടിങ്ങിന് അങ്ങനെ ഏജ് ലിമിറ്റേഷൻ ഒന്നുമില്ല. പിന്നെ നമുക്ക് ബോട്ടിൻ്റെ അടുത്ത് വരെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരൊന്ന് എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ അവർക്കും ഈ ഒരു ബോട്ടിങ് എൻജോയ് ചെയ്യാം. അങ്ങനെ എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ആക്ടിവിറ്റിയാണ് തേക്കടിയിലെ ഈ ബോട്ടിങ്. നിങ്ങളിവിടെ വന്ന് ബോട്ടിങ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഈവനിങ്ങിൽ ചെയ്യാന്നുള്ളതാണ്. ഇനിയിപ്പം ഈവനിങ് സ്ലോട്ട് അവൈലബിൾ അല്ലെങ്കിൽ മാത്രം മോർണിംഗിൽ ചെയ്യുക. നിങ്ങൾ ഉച്ചക്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അധികവും അനിമൽസിനെ കാണാനുള്ള ചാൻസ് കുറവാണ്. നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് അവരങ്ങനെ പുറത്തിറങ്ങി നിൽക്കാറില്ല. എന്നാൽ ചിലപ്പോഴൊക്കെ അവർ പുറത്തിറങ്ങി നിൽക്കാറുണ്ട് കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ഈവനിങ്ങിൽ ചെയ്യാന്നുള്ളത് തന്നെയാണ്. നമ്മുടെ ഈ ബോട്ടിംഗ് നടക്കുന്നത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ റിസർവോയറിലാണ്. മുല്ലപ്പെരിയാർ ഡാം വരുന്നതിന് മുമ്പ് ഇവിടെ ഈ റിസർവോയറിൻ്റെ പ്രദേശം നിറയെ മരങ്ങളുള്ള സ്ഥലമായിരുന്നു. വെള്ളം നിറഞ്ഞതോടുകൂടി ആ മരങ്ങളൊക്കെ വെള്ളത്തിലായി. പിന്നീട് മെല്ലെ മെല്ലെ അത് നശിക്കാൻ തുടങ്ങി. അങ്ങനെ നാശമായ മരങ്ങളുടെ ബാക്കിയാണ് ഇവിടെ ഈ വെള്ളത്തിൽ കാണുന്നതൊക്കെ. എനിക്ക് ശരിക്കും തോന്നിയിട്ടുള്ളത് ഈ റിസർവോയറിൻ്റെ ഭംഗി കൂട്ടുന്നതും ആ മരങ്ങളുടെ ബാക്കിയാണ്. നമ്മൾ തേക്കടിന്നും പെരിയാർന്നൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു ഇമേജ് ഇതാണ്.
ഇതുപോലെയൊക്കെ അനിമൽ സൈറ്റിംഗ് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ബോട്ട് സഫാരിയാണ് നമുക്ക് ഈ തേക്കടിയിൽ കിട്ടുന്നത്. നിങ്ങൾക്ക് അനിമൽസിനൊക്കെ കാണാനായിട്ട് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ 2 മാസത്തിനുള്ളിൽ തന്നെ വരണം. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെയൊക്കെ ആകെ വെള്ളം നിറയും. പിന്നെ നമുക്കങ്ങനെ അനിമൽ സൈറ്റിംഗ് ഒന്നും കിട്ടില്ല. അതല്ല, നിങ്ങൾ കാടൊക്കെ എൻജോയ് ചെയ്ത് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു സമയത്തും ഇങ്ങോട്ട് വരാം. ഇവിടുന്ന് ഓരോ സമയത്ത് കിട്ടുന്ന കാഴ്ചകളും അതിമനോഹരമാണ്. നമ്മുടെ ബോട്ട് സഫാരി അങ്ങനെ അവസാനിച്ചു. നമുക്കിന്ന് ഇഷ്ടം പോലെ സൈറ്റിംഗ് കിട്ടിയിരുന്നു. 2 കൊമ്പനെയും ഒരു എലിഫന്റ് ഹേർഡിനെയും പിന്നെ ഇഷ്ടം പോലെ സാമ്പാർ ഡിയേഴ്സിനെ ഇന്ത്യൻ ഗോറിനെ ഒക്കെ കാണാൻ പറ്റി. അടിപൊളി സഫാരി ആയിരുന്നു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ സഫാരി വീഡിയോ അവസാനിക്കുകയാണ്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളെല്ലാവരും വന്ന് ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ബോട്ടിംഗ് സഫാരിയാണിത്. അപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.